സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ്. ഇന്നലെ പവന് 1,04,960 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 13,120 രൂപയും. എന്നാൽ ഇന്ന് വില വീണ്ടും കൂടി. 80 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണവില 1,05,040 രൂപയായി ഉയർന്നു. ഗ്രാമിന് 13,130 രൂപയാണ് നൽകേണ്ടത്. വിപണി ഇത്രയാണെങ്കിലും 3% GSTയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വിലയിൽ നേരിയ വ്യത്യാസം വരും. സ്വർണത്തോടൊപ്പം വെള്ളി വിലയും മാറുന്നുണ്ട്. ഗ്രാമിന് 244.90 രൂപയും പവന് 2,44,900 രൂപയുമാണ് നൽകേണ്ടത്. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും ആരംഭിച്ചത് സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തല് കരാർ അവസാനിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്നലെ സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയും US ഡോളർ മുന്നേറുകയും ചെയ്തതോടെ സ്വർണ്ണവില ഇടിയുകയായിരുന്നു. ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ഉൽപാദന ഗതാഗത ചെലവുകൾ വർദ്ധിക്കുകയും അത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വ്യാപാരം നടക്കുന്നത് US ഡോളറിലാണ്. എണ്ണവില കൂടുമ്പോൾ ഡോളറിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും ഡോളർ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നത് ചെലവേറിയതാകും. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും വില താഴ്ത്തുകയും ചെയ്യും. ജൂലൈ 1-ന് 1,03,240 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചുകയറി. 3-ാം തീയതി 1,07,800 രൂപയായി വില കുതിച്ചു. ഇതോടെ സ്വർണ്ണവിലയിലെ പ്രതീക്ഷ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 4-ാം തീയതി മുതൽ 1,07,800, 1,07,520, 1,06,520, 1,05,960, 1,04,960 രൂപ എന്നിങ്ങനെ പവൻ വിലയിടിഞ്ഞു. ഒന്നിൽ രാവിലെ ഗ്രാമിന് 70 രൂപ കുറഞ്ഞെങ്കിൽ ഉച്ചയ്ക്ക് 125 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് വില വീണ്ടും കൂടി. അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിലെ സ്വർണ്ണവില പ്രവചനാതീതമാണ്.